നമസ്കാരം. അൽബേനിയയിലാണ് നമ്മൾ. കുറച്ച് ദിവസങ്ങളാണ് അൽബേനിയ എന്ന ഈ മനോഹരമായ രാജ്യത്തെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരാന നഗരമൊക്കെ കണ്ടു, അൽബേനിയ റിവിയറ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽബേനിയൻ ആൽപ്സ്, അതായത് നല്ല ബ്യൂട്ടിഫുൾ മലനിരകൾ. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പോയ വഴികളിലൊക്കെ ആണെങ്കിലും നമുക്ക് മലനിരകളൊക്കെ കാണാൻ പറ്റി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി, അതായത് അൽബേനിയ വരുന്ന ഒരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൂടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം അൽബേനിയൻ ആൽപ്സ് എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമ്മുടെ ജീവിതചര്യയൊക്കെ ഉള്ളവരായിരിക്കണം. അതായത് രാവിലെയൊക്കെ ഒരു 5 മണി 5:30 എണീക്കുന്നവരായിരിക്കണം. അതിന് കാരണമുണ്ട്. ഇത് ഈ കൊമാനി ലേക്കിലൂടെയുള്ള ഒരു ഫെറി റൈഡാണ് അവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ആക്ടിവിറ്റി. അതിന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ 9 o'clock ഈ ഒരു ഗവൺമെന്റ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഫെറി ഉണ്ട്. ആ ഫെറിക്ക് വേണ്ടിയിട്ട് നമ്മൾ 9 o'clock അവിടെ എത്തണം. 9 o'clock നമ്മൾ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഈ സ്കോദർ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് നിന്ന് നമ്മളൊരു 6:30 സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇവിടുന്ന് ഒരു ബസ്സുണ്ട് 6:30, 6:15, 6:30. ആ ബസ് നമ്മൾ എടുത്താൽ മാത്രമേ നമുക്ക് ടൈമിന് ചെല്ലാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 5 o'clock രാവിലെ എണ്ണിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേദിവസം വരുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ ഏരിയയുടെ അടുത്തായിട്ട് നിങ്ങൾക്ക് അക്കോമഡേഷൻസ് അവൈലബിൾ ആണ്. അതായത് ലേക്ക് സൈഡിലുള്ള ചെറിയ ചെറിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അക്കോമഡേഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതാകുമ്പോൾ രാവിലെ നിങ്ങൾക്ക് അധികം ട്രാവൽ ചെയ്യേണ്ട വരത്തില്ല. അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്തേരെ. അപ്പൊ ആക്ച്വലി ഞങ്ങൾ ഇന്നലെ വന്ന് ലേറ്റ് ആയിട്ടാണ് കിടന്നുറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എണ്ണിക്കാനും ലേറ്റ് ആയി. രാവിലെ ഞങ്ങൾ എണ്ണിച്ചു, പക്ഷെ എന്നാലും ഒരു പിക്കപ്പ് കിട്ടാഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. അപ്പൊ അങ്ങോട്ട് വണ്ടിയും കൊണ്ട് പോകാന്ന് നോക്കിയപ്പോൾ എന്നാലും ഒരു മോശം വഴിയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വിചാരിച്ചെന്നാ ഒന്ന് പോയി നോക്കാം. കാരണം ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല. എത്രത്തോളം മോശമാണെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. 1.5 hour 50 kilometers ഉള്ളൂ. പക്ഷെ ഏകദേശം 1.5 hour കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ റോഡൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഓക്കെ, എന്തായാലും കംപ്ലീറ്റ് ഡീറ്റെയിൽ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ പറയുന്നുണ്ട്. അത് മാത്രമല്ല അൽബേനിയ ട്രാവൽ ടിപ്സും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനം അത് പറയുന്നതായിരിക്കും. അപ്പം വീഡിയോ ഫുള്ള് കാണുക. വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ഒന്നും കണ്ടില്ലെങ്കിലും, ഐ മീൻ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് ഇറങ്ങിയാൽ മതി. ഇഷ്ടം പോലെ ഡ്രൈവ് ചെയ്യാം. അടിപൊളി അല്ലേ? അഴോട്ട് വഴി കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ്. പോണോ? പക്ഷെ നമ്മൾ ആ വ്യൂ കണ്ടിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാൻ പറ്റുന്നതായിട്ട് പോവാണ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇതൊരു ഇറക്കി വിടുവാന്ന് നമുക്കങ്ങ് പോവാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ ആൾക്കാർ ഇല്ലേ അങ്ങനെ ഇറക്കി വിടുന്നവരല്ല. എന്നാലും നമുക്കത് കയറുന്നു. അല്ല, അടിപൊളി ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റ് അല്ലേ? കിട്ടും ആംബിയൻസ്. അങ്ങനെ ഞങ്ങളെന്തായാലും ഡബിൾ മൈൻഡിൽ ഞാൻ ചെന്ന് ചോദിച്ചു അവിടുത്തെ ഒരു സ്റ്റാഫിനോടെ ഇവിടെ നിന്നൊരു വീഡിയോ എടുത്തോട്ടെ, കുഴപ്പമില്ല. പ്രൊമോഷനാ? ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവര് ചോദിക്കാന്നുള്ള നമ്മുടെ മര്യാദ. ഇല്ലല്ല, അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടോ. ഇതെന്ത് പ്രശ്നം? ഇറ്റാലിയൻ ആണോ? പക്ഷെ നല്ല സൂപ്പറായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? രക്ഷയില്ല, കിടു. ഇവിടെ ഒരു ഡെക്ക് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ ചില പാർട്ടികളൊക്കെ നടത്താനായിരിക്കും. മനസ്സിലായോ? അടിപൊളി. പ്രത്യേകത ഉള്ളത് ഇവിടുത്തെ എന്നുവെച്ചാൽ ഒത്തിരി ആൾക്കാരൊന്നുമില്ല. വരുന്ന റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആണെങ്കിലും ചിലയിടത്ത് ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര ആംബിയൻസ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ. അതിന്റെ കാരണം എന്തെന്ന് ഞാൻ പറയാം. അതായത് ലേബർ ചാർജ് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. അതായത് നമ്മളിപ്പോ ഒരു 100 pound കൊടുത്തൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചിലപ്പോൾ ഒരു 2, 3, 4, 5, 10 pound കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ ഫിക്സ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നമ്മുടെ UK എന്ന് പറഞ്ഞാൽ 100 pound കൊടുത്താൽ ചിലപ്പം 500 pound മുടക്കേണ്ട ഒരു സാധനം ഫിക്സ് ചെയ്യണമെങ്കിൽ. ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ പോലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഭയങ്കര ആംബിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ്. പക്ഷെ അധികം ആളില്ല ഈ പറഞ്ഞ പോലെ. അതെ, പക്ഷെ അല്ല, ടൂറിസ്റ്റ് സമയം ആവുന്നേ ഉള്ളൂ. സീസൺ ആവുന്നേ ഉള്ളൂ. സീസൺ ആവുന്ന സമയത്ത് ചിലപ്പോൾ ഇതൊക്കെ ലൈവ് ആവുമായിരിക്കും. അപ്പൊ എന്തായാലും ഇതിന്റെ ആ നെയിം ഒന്ന് സേവ് ചെയ്ത് വെച്ചേര്. നമുക്ക് ഇതുവഴി പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറുക. ഇവിടെ ഫുഡൊക്കെ സൂപ്പർ ആംബിയൻസ് ആണ്.
എന്താണ് പെർല. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കൊമാൻ ലേക്കിലോട്ടുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഇതുവരെ വളരെ വളരെ ശരിയാണല്ലേ കിട്ടുന്ന ചേട്ടാ? റോഡൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഇതുവരെ. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇനി ഒരു 30 കിലോമീറ്റർ ഉണ്ട്, ഏകദേശം 1 മണിക്കൂറോളം സമയം കാണിക്കുന്നുണ്ട്. ലെറ്റ്സ് സീ. അങ്ങനെ ടാറിട്ട റോഡ് തീർന്നിരിക്കുകയാണ്. ദുർഘടം പിടിച്ച പാട്. എനിക്കൊന്ന് ഇവിടൊക്കെ അവര് പണിയാനുള്ള പരിപാടി ഉണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് പേരോടെ പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന വഴി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോരാം. ഓക്കെ, ഇതൊക്കെ കൊമാനി ലേക്കിന്റെ ഭാഗങ്ങളാണെന്ന് വിശ്വസിക്കുന്നു. മലകൾക്കിടയിലൂടെ ഇങ്ങനെ നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, അതായത് ഇത് മാൻമെയ്ഡ് ആണ്. ഇത് അതായത് മല പൊട്ടിച്ചോ മല തുറന്നോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എനിവേ ഇത് മാൻമെയ്ഡ് ആണ്, ഇത് നാച്ചുറൽ ആയിട്ടുണ്ടായതല്ല. നമുക്കിവിടെ താഴ്വാരത്തൊക്കെ വീടുകൾ കാണാം. കുറേ ദൂരമായി, ഞങ്ങളൊരു 10-25 കിലോമീറ്റർ ആയിട്ട് വീടുകളൊന്നും അങ്ങനെ കണ്ടില്ല. ഇവിടെ വന്നപ്പോൾ ഒരു താഴ്വാരത്തെ വീടുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ബോർഡും കണ്ടു, 15 കിലോമീറ്റേഴ്സ് ടു കൊമാനി ലേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. വണ്ടി നല്ല കുലുക്കമാണ്, കാരണം റോഡൊക്കെ ഇച്ചിരി മോശമായതുകൊണ്ട് ഇവിടെ ഒരാൾ പതുക്കെ സൈഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ പതുക്കെ പൊക്കോണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഹലോ, ഈ കൊമാൻ ലേക്കിലോട്ട് പോകുന്ന വഴി ഇതാണോ? കൊമാനിലേക്ക്. ഹലോ, ഒന്നും പറഞ്ഞില്ല. എന്തായാലും ചിലപ്പോ മനസ്സിൽ ഓർക്കുമായിരിക്കും, അതാണ്ട് ഒരു വണ്ടി നിർത്തിയിട്ടേക്കുന്ന പാപ്പാന്റെ അത് അതിന്റെ ആരുടെയും ആയിരിക്കും. എന്നാടി പറഞ്ഞത് നിന്റെ കൂട്ടുകാരൻ എന്നാ പറഞ്ഞേ? എന്റെ പൊന്നെ, അങ്ങനെ 20-ലും 10-ലും നീക്കി നിരക്കി ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പം നമ്മളിവിടെ ഒരു പള്ളി കണ്ടു. അപ്പൊ പള്ളി കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനിയും ദുർഘടം പിടിച്ച വഴികളാണോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെ നൈസൊരു പള്ളി, ഒരു വൈബുള്ള പള്ളി. എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെയുള്ള യാത്ര? ഏത് നിമിഷവും വാള് പ്രതീക്ഷിക്കല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു അവക്കൊരു ഇതാവുമല്ലോ, ഇറങ്ങിയതൊക്കെ നടക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനൊക്കെ റിമോട്ട് ഏരിയയിലിട്ട് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന വാഷ്റൂമിൽ കാര്യമാണ്. നമ്മുടെ ആണുങ്ങൾക്ക് നമുക്ക് വിശാലമായ ഉദ്യാനങ്ങളുണ്ടല്ലോ, പക്ഷെ പെണ്ണുങ്ങൾക്കാണ് സീൻ വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ അടുത്തൊരു വാഷ്റൂമിൽ കയറിയതാണ്. വാഷ്റൂമിലല്ല, നമ്മളിവിടെ ഒരു എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര വാളൊന്നും വെച്ചില്ല. അപ്പൊ അങ്ങനെ അപ്പം ഞങ്ങളിവിടെ ഒരു ചെറിയ ഹോട്ടൽ പോലത്തെ സംഭവം അവരോട് ചോദിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങള് സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടൊക്കെ വരുവാണോ ചോദിക്കാൻ മടിക്കണ്ട, ചോദിച്ചോ, നോ പ്രോബ്ലം. കിട്ടിയാ കിട്ടി, പോയി. ഇതിപ്പോ മോശം വഴി എന്ന് ഉദ്ദേശിക്കുന്നതാണ്ട് ഇതാണ്. നമുക്ക് അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് നമുക്കങ്ങനെ വിട്ടു പോകാൻ പറ്റത്തില്ല. നാട്ടിൽ ഓടിച്ച് പരിചയമുള്ളവർക്ക് സുഖമായിട്ട് ഓടിക്കാം അല്ലേ? നമ്മുടെ നാട്ടിലെ ചുണക്കുട്ടികളെ ആൾട്ടോയും കൊണ്ട് വരെ ലഡാക്കിൽ പോയിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്നും ഇതൊരു ടാസ്ക് അല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കംഫർട്ടബിൾ അല്ല, അതായത് കുലുങ്ങിയുള്ള യാത്രയാണ്. പിന്നെ ഇച്ചിരൂടെ എനിക്ക് തോന്നുന്നു SUV ഇവര് സജസ്റ്റ് ചെയ്യുന്നത് ഇതുകൊണ്ടായിരിക്കാം, കുലുക്കൊക്കെ ഒന്ന് കുറച്ച് പോകാന്നുള്ളതാകൊണ്ടൊക്കെ ആയിരിക്കണം. എനിവേ എന്തായാലും ഇങ്ങനെ പൊക്കോണ്ടിരിക്കാം. ഓ ഗായ്സ്, നമ്മളിപ്പോൾ ടണലിലോട്ട് കയറുന്നതിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ കയറി കഴിഞ്ഞപ്പോ ഇതൊരുമാതിരി ഗുഹയിൽ കയറുന്ന പോലെ ഉണ്ടല്ലേ? ഒരു വണ്ടി എതിരെ വന്നോണ്ട് ഓക്കെ, അല്ലെങ്കിൽ ഇതിനകത്തോടെ എങ്ങനെ പോകും വിശ്വസിച്ച്? എന്റെ പൊന്നെ, എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. ഇതൊന്നുമല്ല, ജസ്റ്റ് തുറന്നു വെച്ചേക്കുന്ന അത്രേ ഉള്ളൂ. നമ്മളിപ്പുറത്ത് പോയി, അതിന്റെ ഇടയ്ക്കെങ്ങാണ് ഇതങ്ങനെ ഇടിഞ്ഞ് വീണെങ്കിൽ നമ്മളെങ്ങനെ തിരിച്ചു പോകും?
ഇത് മേളി മലയാണ്, നീ എന്തു പറയുന്നേ? പൊന്നെ ഫൈനലി നമ്മളങ്ങനെ യാത്ര ചെയ്ത് ഒരു അപ്പൊ ശരിക്കും പറഞ്ഞ കേസ് ഒരു ഐഡിയ ഇല്ലാതാണ് നമ്മള് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഗുഹ കയറി ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പോൾ ഇവിടെ വിശാലമായി. നമ്മള് ഈ ഫെറിയാണ് റൊസാഫ. ഈ ഫെറിയാണ് നമുക്ക് രാവിലെ അവിടെ നിന്ന് വരുന്നത്. അതിന്റെ സ്പെയർ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ ആരോടെല്ലാം ചോദിച്ചു നോക്കട്ടെ ഇതുണ്ടോ എന്നുള്ളത്, ഏതൊരു പ്രൈവറ്റ് ടൂർ അവനെ സംഘടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഹലോ ബ്രദർ, ബോട്ട് ട്രിപ്പ് 1 hour 2 hour, Okay. how much money? Uur? How many uur? 2. Duur. All good brother, you okay? No English. No English. Are you English? Yeah. Tell me brother, how much for 1 hour? 1 hour 70. 70 euro. Yeah. Voilà. Duur. Doe. Duur. Papa, voor 10 uur zal ik gaan. Zal het niet lukken. അങ്ങനെ ഭയങ്കരമായ ബാർഗൈനിങ്ങിന് ശേഷം നമുക്കൊരു അവര് 1 hourന് 2 പേർക്ക് 50 euro ഇത് 1 hourന് 50 euro പറഞ്ഞു. നമ്മളത് പറഞ്ഞ് 62 hourനാക്കി. 1 hour എന്ന് പറഞ്ഞ് 100 euro ആണ് 2 hourന് ചോദിച്ചത്. നമ്മള് 60ക്ക് പറഞ്ഞു. അവരിവിടെ വെറുതെ കിടക്കല്ലേ, അവർക്ക് പൊക്കൂടെ അല്ലേ. സംഭവം ഒരു ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. പക്ഷെ നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് ഇവിടെ വന്നിട്ടേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ ഇത് ചാടുവോ? അങ്ങനെ വലത് കാല് വെച്ച് കയറട്ടെ. ഈ ഡാമാണോ നമ്മൾ താഴേന്ന് കണ്ടേ? അങ്ങനെ ഞങ്ങളെ രണ്ടുപേരുമായിട്ട് ഈ യാത്ര തിരിച്ചിരിക്കുകയാണ്. സംഭവം വൈബാ കേട്ടോ, ഒരു രക്ഷയില്ല. ഈ വെള്ളത്തിന് ഇച്ചിരൂടെ കളർ വരും കേട്ടോ. ടർക്കോയിസ് ബ്ലൂ, ഒരു പീകോക്ക് ഗ്രീൻ എന്നൊക്കെ പറയത്തില്ലേ, ടർക്കോയിസ് ബ്ലൂ കളറാണ് ഈ വെള്ളത്തിന്റെ കളർ കേട്ടോ. നല്ല രസമുണ്ട്, ഭയങ്കര തണുപ്പ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോ തണുപ്പാണ്, ഇപ്പൊ കുറവുണ്ട് കേട്ടോ. ഇതൊരു എന്തായാലും ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെയാണ്. പക്ഷെ ആളും ബഹളമൊക്കെ വന്ന് അതിന്റെ ഒരു വൈബ് വരത്തുള്ളൂ. രാവിലെ 9 മണിക്ക് ഇവിടുന്ന് ഒരു ഫെറി പോകുന്നുണ്ട്. അതിനകത്ത് ഞാൻ മുമ്പ് പറഞ്ഞില്ലായിരുന്നോ, അപ്പൊ അതിനകത്ത് അത്യാവശ്യം ആളുകളൊക്കെ അങ്ങ് പോകും. പിന്നെ പ്രൈവറ്റ് ബോട്ട് എടുക്കുന്നവരൊക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ. പക്ഷെ അതിന് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ രാവിലെ എണ്ണിച്ച് പോകണം, അത് ഫസ്റ്റ് പ്രശ്നം. സെക്കൻഡ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ഡേ നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മളിങ്ങനെ വന്നപ്പോ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടു. അതിന്റെ അടുത്തോട്ട് കൊണ്ടുപോകുന്ന കേട്ടത്, നനയ്ക്കുമായിരിക്കും. അല്ലേ, നൂല് പോലും ഒഴുകി വരുന്നേ. ഇതെങ്ങനെ ഇതിന്റെ ഭംഗി വിവരിക്കണമെന്ന് അറിയത്തില്ല. നല്ല നൂൽ പൊറോട്ട പോലെ ഇരിക്കുന്നത്. പൊന്നെ, ഇതുണ്ടല്ലോ നമ്മുടെ ആ ഓരോ നൂലും നമുക്ക് കാണാവുന്നതാണ് അല്ലേ. ആ വെള്ളച്ചാട്ടത്തിന്റെ ഓരോ നൂലിഴകൾ നമുക്ക് കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആ ചേട്ടൻ ഇവിടെ ബോട്ട് ഒതുക്കി തന്നിരിക്കുകയാണ്. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. താങ്ക് യു. ആ ചേട്ടൻ നമുക്കിവിടെ നിർത്തി നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. അതൊക്കെ ഈ വീഡിയോയിൽ പിൻ ചെയ്യാം.
ഫിനിഷ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഓക്കെ, പറഞ്ഞാല് ഒരു അരമണിക്കൂർ അങ്ങോട്ടും അരമണിക്കൂർ ഇങ്ങോട്ടും വന്ന് നമുക്ക് ഇതൊക്കെ ഒന്ന് കവർ ചെയ്ത് തൽക്കാലം ഫെറി എടുത്ത് പോവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരെ പോയി അവിടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ആലപ്പുഴയിലൊക്കെ ഹൗസ് ബോട്ടിലെ കാര്യം പറഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂർ മേളമായിരിക്കുമല്ലോ. അതുപോലെയാണ് ഇപ്പം ആളും ബഹളമൊന്നുമില്ല. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോറടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് വിശേഷങ്ങൾ പറയാമെന്ന്. അതായത് അൽബേനിയ നമ്മളെ ഓരോ നിമിഷവും അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഫസ്റ്റ് അതിശയിപ്പിക്കുന്ന കാര്യം നമുക്ക് ഇവിടെ യഥേഷ്ടം നമ്മുടെ നാട് പോലെ നമുക്ക് എല്ലായിടത്തും നടന്നു കാണാവുന്നതാണ്. അങ്ങനെ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തിരാന സിറ്റി നമ്മൾ കണ്ടു, റിവിയറ, നമുക്ക് കടലും ബീച്ചും അതിൻ്റെയൊക്കെ ആ ഒരു എക്സ്ട്രീം ബ്യൂട്ടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതെല്ലാം നമ്മൾ കണ്ടു. ഈ നോർത്ത് സൈഡിലോട്ട് വന്ന സമയത്ത് ഈ കൊമാൻ ലേക്ക് കണ്ടു, അതും ബ്യൂട്ടിഫുള്ളാണ്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. നമുക്ക് നാട്ടിൽ നിന്ന് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടാവും ഇന്ത്യയിൽ നിന്ന്. പക്ഷേ നമ്മൾ UK റിസൈഡ് ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ബെസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, ബെസ്റ്റ് നമ്പർ 1 ഡെസ്റ്റിനേഷൻ അൽബേനിയ. നിങ്ങൾ തുർക്കിക്കൊക്കെ ഒരുപാട് പേര് പോകുന്നവരുണ്ട്. അത് ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഡ്രൈവ് ഒക്കെ ചെയ്തൊന്ന് റിലാക്സ് ചെയ്ത് അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു 1 വീക്ക് സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അൽബേനിയയിൽ വരാം. അപ്പം അങ്ങനെ UK-യിൽ നിന്ന് നിങ്ങൾ അൽബേനിയക്ക് ട്രാവൽ ചെയ്യുക. അപ്പോൾ ഇച്ചിരി നേരത്തെ പ്ലാൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ UK-യിൽ നിന്ന് ഒരു 13 പൗണ്ട് 12 പൗണ്ടിനൊക്കെ നമുക്ക് ടിക്കറ്റ് അവൈലബിൾ ആണ് അൽബേനിയക്ക്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ സീറ്റ് സെലക്ഷൻ വരുമ്പോഴൊക്കെയാണ് ചിലർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 പൗണ്ടിനൊക്കെ പോകാൻ പറ്റുമെന്നുള്ളത്. പോസിബിൾ ആണ്, കുറച്ചൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. ലഗേജ് ഒക്കെ ക്യാരി ഓൺ ബാഗേജ് നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ സീറ്റ് ചിലപ്പം ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നവർക്ക് 2 ഇടത്തായിരിക്കും അലോക്കേറ്റ് ചെയ്ത് കിട്ടുന്നത്. പിന്നെ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചെറിയ ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. എങ്കിലും നമ്മൾ ചിന്തിച്ചോണം 13 പൗണ്ടിന് ടിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. നമുക്ക് ആ ഒരു ടിക്കറ്റിന് കൊടുക്കുന്ന അല്ലെങ്കിൽ സീറ്റിന് കൊടുക്കുന്ന എമൗണ്ട് നമുക്ക് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാം. അപ്പം അങ്ങനെ നിങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ആലോചിക്കുക. നിങ്ങൾക്കൊരു ടൈം കിട്ടുന്ന സമയത്ത് കുറച്ചൊരു 5 ദിവസം മാറ്റി വെച്ച് ഇനി പോരെ. അപ്പം അൽബേനിയ മോണ്ടിനെഗ്രോയുടെ കമ്പൈൻ ചെയ്ത് വരാൻ ശ്രദ്ധിക്കുക. മോണ്ടിനെഗ്രോയുടെ വിശേഷങ്ങൾ നമ്മുടെ വരും ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടിപൊളി കാഴ്ചകളാണ് നമ്മൾ ഈ ഒരു ഇയർ നമ്മളൊരു 1 ഇയർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം സ്റ്റേ ട്യൂൺ ഫോർ സൂപ്പർ ഗുഡ് വീഡിയോസ്. ആ കുട്ടനാടിൽ നിന്നും കോട്ടയത്തേക്ക് പോകുന്ന ഫസ്റ്റ് പാസഞ്ചർ. കുട്ടനാടൻ പറയലില്ലേ കാറ്റൊന്ന് പറയുമ്പോ പാട്ടൊന്ന് പാടടി കാക്കക്കറുമ്പ് അത്തിക്കുടക്ക നീളങ്കല്ല കുളിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. അങ്ങനെ നമ്മുടെ കുംബ്ലാംബേഗ പത്തനംതിട്ട ഫസ്റ്റ് പാസഞ്ചറിന്റെ ഡ്രൈവറായിട്ട് ചുമ്മാ പിടിച്ച് തിരിക്കല്ലേ, പതുക്കെ തിരിക്കാവേ, സ്ലോലി എടുത്തിരിക്കാം. Good man, thank you. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ എന്തായാലും വന്നാലും ഇവിടെ മിസ് ചെയ്യാനേ പാടില്ല. അടിപൊളി. പ്രത്യേകിച്ച് സമ്മർ പീക്ക് ടൈമിൽ നിൽക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഞങ്ങളിത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മള് ഒരു 1.5 മണിക്കൂർ വെള്ളത്തിലായിരുന്നു അല്ലേ, ആടി ആടി അവസാനിപ്പിച്ചു. നല്ല തണുപ്പുണ്ടായിരുന്നു അവിടെ പെട്ടെന്ന് പോകുന്നു. അപ്പൊ ഗൈസ് നല്ല അടിപൊളി ഒരു ദിവസം. ഞങ്ങള് ഡബിൾ മൈൻഡിലായിരുന്നു രാവിലെ, വന്നില്ലായിരുന്നു ഭയങ്കര നഷ്ടമായി പോയനെ. സോ വി മെയ്ഡ് അവർ ഡേ. അപ്പോൾ അങ്ങനെയാണ്. അപ്പൊ ഈ അൽബേനിയൻ സീരീസിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. അപ്പൊ ഉടനെ തന്നെ നമ്മൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്, കമന്റ് ചെയ്യുക. ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. അപ്പൊ ഉടനെ തന്നെ നമ്മൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. ഇനിയും ഒരു വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ ബൈ. UK to the world.